ഹായ്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആഡ് ഗ്രൂപ്പ് ലെവലുള്ള സെറ്റിംഗ്സ് ആണ്. നമ്മൾ ക്യാമ്പയിൻ സെറ്റിംഗ്സ് ഒക്കെ കണ്ടു അല്ലേ, എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുന്നത്, ടൈപ്പ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ കണ്ടു. ഇനി ആഡ് ഗ്രൂപ്പിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പഠിക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഡൺ. ഓക്കെ, ആഡ് ഗ്രൂപ്പിൽ വരുമ്പോൾ നമുക്ക് ആഡ് ഗ്രൂപ്പിൽ ഒരു നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആഡ് ഗ്രൂപ്പിന് നെയിം കൊടുക്കുവാണ്. സോ ആഡ് ഗ്രൂപ്പിൻ്റെ നെയിം നമുക്ക് ഏത് തീം ബേസ്ഡ് ആണോ ആ പർട്ടിക്കുലർ തീം ബേസ്ഡ് നെയിം കൊടുക്കാം. നമ്മളൊരു റൂം എന്ന് പറഞ്ഞൊരു കീവേഡിന് ആ ഒരു പർട്ടിക്കുലർ തീം, റൂം ബേസ്ഡ്, ഇൻഡോർ സീലിംഗ് ഫാൻസ് അല്ലേ, ബെഡ്റൂം സീലിംഗ് ഫാൻസ്, അങ്ങനെയുള്ള പർട്ടിക്കുലർ കീവേഡ്സിനെ നമുക്ക് നാരോ ഡൗൺ ചെയ്തുള്ള ഒരു പർട്ടിക്കുലർ തീം സെറ്റ്സ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഡ് ഗ്രൂപ്പ് ലെവലിൽ നമ്മൾ കൊടുക്കുന്നതാണ് റൂം. നമ്മൾ എന്തായിരുന്നു, സീലിംഗ് ഫാൻ ആയിരുന്നു. അപ്പോൾ സീലിംഗ് ഫാൻ അങ്ങനെ നമ്മൾ നെയിം കൊടുത്തിരിക്കുന്നു. സോ നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് കീവേഡ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കാണാം. ഇവിടെ URL സ്കാൻ ചെയ്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ തീം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഏത് വെബ്സൈറ്റിലോട്ടാണോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ആ ഒരു വെബ്സൈറ്റിൻ്റെ URL ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് സ്കാൻ ചെയ്യും, അതിൽ നിന്ന് കുറച്ച് കീവേഡ് ഐഡിയാസ് ഗൂഗിൾ തരികയും ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഈസ് ലെറ്റ്സ് ഗോ ബാക്ക് ടു ദിസ് ഗൂഗിൾ ഷീറ്റ്. ഈ ഗൂഗിൾ ഷീറ്റിൽ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ തീം ബേസ്ഡ് നമ്മൾ എടുത്തായിരുന്നു അല്ലേ. അപ്പോൾ തീം ബേസിൽ റൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വരുന്നത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. റൂം കണ്ട, ഓക്കെ, റൂം മാത്രമുള്ള കീവേഡ്സ് എടുക്കുന്നു, ആ കീവേഡ്സ് സെലക്ട് ചെയ്യുന്നു. ഈ കീവേഡ്സിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കീവേഡ്സ് എടുത്ത് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ചോളൂ. ഈ ഡിഫോൾട്ടായിട്ട് പേസ്റ്റ് ചെയ്യുന്ന കീവേഡ്സ് എല്ലാം ബ്രോഡ് മാച്ച് ടൈപ്പിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബ്രോഡ് മാച്ച് അല്ല, നമുക്ക് കുറേ കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സിനെ എല്ലാത്തിനും നമുക്ക് ഫ്രേസ് മാച്ച്, എക്സാക്ട് മാച്ച് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി നമുക്ക് മേർജ് ചെയ്യാനുള്ള ഓൺലൈൻ ടൂളുകളുണ്ട്. അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ജസ്റ്റ് ഇതൊരു നമ്മളൊരു ലേണിംഗ് പർപ്പസ് എടുക്കുന്നതല്ലേ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കീവേഡ്സ് എല്ലാം ഞാൻ എടുക്കുന്നു, മെർജ് കീവേഡ്സ് എടുക്കുന്നു, അതിൽ ഞാൻ കോപ്പി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിൻടാക്സ് ഏതാണ്, നമ്മൾ ഏത് സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഇതിൻ്റെ ഫ്രണ്ടിലും ഇതിൻ്റെ എൻഡിലും കൊടുക്കേണ്ട സിമ്പിൾ ഇതാണ്. സോ ഇത് മെർജ് ചെയ്യുന്നു. സോ നമുക്ക് ഓൾറെഡി പ്ലേസ് ചെയ്ത് കിട്ടി. ഇറ്റ്സ് വെരി ഈസി, ഈസിന്റ്. ഈ ഒരു പർട്ടിക്കുലർ കീവേഡ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഫ്രേസ് മാച്ചിൽ കിട്ടി. അതേപോലെ തന്നെ ഫ്രേസ് മാച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അതേപോലെ തന്നെ എക്സാക്ട് മാച്ചിനാണെങ്കിലും ഇതേപോലെ തന്നെ സെയിം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കൊടുക്കേണ്ടത്, മെർജ് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ഇറ്റ് മെർജ്ഡ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ് ഈ മെർജ് ടൂൾ യൂസ് ചെയ്ത്. അതേപോലെ കുറേ ടൂൾസ് ഓൺലൈൻ അവൈലബിൾ ആണ്. നമ്മൾ എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ സിമ്പിൾസ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആഡ് ഗ്രൂപ്പ് ലെവലിൽ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പോകുന്നതാണ് നമ്മൾ ആഡ് ലെവൽ. സോ ആഡ് ലെവലിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്ത സെഗ്മെൻറ്റ്സ് ആണ്. സോ നമ്മൾ കീവേഡ്സ് കൊടുത്തു. ഇനി ആഡ് ലെവലിലാണ് നമുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ ദ ഫൈനൽ URL, നമ്മൾ ഡമ്മി ആയിട്ട് എടുത്തിരിക്കുന്ന URL വേണം നമ്മൾ ഫൈനലായിട്ട് കൊടുക്കുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ആഡ് കണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവരെങ്ങോട്ടാണ് നമ്മൾ ഇവർക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്താണ് സെലക്ട് ചെയ്തത്, സീലിംഗ് ഫാൻ അല്ലേ. സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വന്ന ഹാവൽസിൻ്റെ സീലിംഗ് ഫാൻസിൻ്റെ പേജാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പേജാണ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആഡ് ലെവലിൽ ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് ഞാൻ കൊടുത്തു, സീലിംഗ് ഫാൻ കൊടുത്തു. അപ്പോൾ ബെഡ്റൂം സീലിംഗ് ഫാൻ അല്ലെ, ലിവിംഗ് റൂം സീലിംഗ് ഫാൻ അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ പാത്ത് കാണാം. റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ആഡിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ നോക്കിയേ shop.havels.com എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വിസിബിൾ ആകേണ്ടത് എന്താണ്, സീലിംഗ് ഫാൻ ആണല്ലേ, സീലിംഗ് ഫാൻ. അപ്പോൾ നമുക്ക് വിസിബിൾ ആകേണ്ട ലിങ്ക് നമ്മൾ, അതായത് നമ്മുടെ ഡിസ്പ്ലേ ലിങ്ക് എങ്ങനെ വേണം എന്നുള്ളതൊരു ഇത് കൊടുത്തു, സീലിംഗ് ഫാൻ കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഏതൊരു ടൈപ്പ് സീലിംഗ് ഫാൻ ആണ് അല്ലെ, സീലിംഗ് ഫാൻ ഫോർ ബെഡ്റൂം അല്ലെങ്കിൽ സീലിംഗ് ഫാൻ ഫോർ ലിവിംഗ് റൂം, അങ്ങനെ ഒരു ടൈപ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവരെന്താണോ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്, നമ്മൾ ഏതൊരു പർട്ടിക്കുലർ കീവേഡ് അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ തീം ബേസ്ഡ് ആണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു തീം ബേസ്ഡ് കീവേഡ്സ് വേണം ഇവിടെ കൊടുക്കാൻ. ഇവിടെ കൊടുത്താലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ സീലിംഗ് ഫാൻ അല്ലേ, അതായത് സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് വിസിബിൾ ആകും എന്താണ് യൂസേഴ്സിന് ക്ലിക്ക് ചെയ്താൽ ഇവരെ ഏതൊരു പേജിലോട്ടാണ് പോകാൻ ചാൻസ് ഉള്ളതെന്നാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ പാത്തും URL ആയിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്.
ഉണ്ട്. ഡിസ്പ്ലേ പാത്ത് വിസിബിൾ ആണ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു URL-ലോട്ടല്ലായിരിക്കും പോകുന്നത്, നമ്മൾ ഏത് ഫൈനൽ URL ആണോ കൊടുത്തത് അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേ പാത്ത് ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിന് വരെ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടെങ്കിൽ അപ്പോൾ ആളുകൾക്ക് ആ URL ഏതിലോട്ട് ഡ്രൈവ് ചെയ്യുമെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടാൻ, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. കാര്യം മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ടെംപ്ലേറ്റ് നോക്കി നമ്മുടെ URL അല്ലെങ്കിൽ ഫൈനൽ URL ഒക്കെ ചിലപ്പോൾ ക്ലിയർ കട്ട് ഒരു ഐഡിയ കൊടുക്കാത്ത ഒരു URL ആയിരിക്കും. അങ്ങനെയുള്ളൊരു കേസിലാണ് ഈ ഡിസ്പ്ലേ പാത്ത് അല്ലെങ്കിൽ ഇതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹെഡ്ലൈൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ 15 ഹെഡ്ലൈൻസ് വരെ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഹെഡ്ലൈൻസ് നമ്മൾ കൊടുക്കുമ്പോൾ 30 ക്യാരക്ടേഴ്സേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സീലിംഗ് ഫാൻ ഫോർ റൂംസ് ആണ് കൊടുക്കുന്നത് അല്ലേ. സോ നമ്മൾ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു എപ്പോഴും അതിൻ്റെ ബെനഫിറ്റ്സിനെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. അതായത് ബെനഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ ആഡ് അല്ലെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ സർവീസ് അല്ലെ പ്രൊഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ മിനിമം ഒരു 2 or 3 ബെനിഫിറ്റ്സ് കൊടുക്കുക. എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ് അല്ലേ? അവർ കൂളായിട്ടിരിക്കുക, ക്വയറ്റർ ഫാൻ ആയിരിക്കും, അതായത് കുറച്ചും കൂടി കൂളായിട്ട്. എപ്പോഴാണ് ഫാൻ ഉപയോഗിക്കുന്നത്? കുറച്ച് കൂളാകാൻ വേണ്ടി അല്ലേ. സോ കൂൾ ഡൗൺ, ലെറ്റ്സ് സീ, കൂൾ ഡൗൺ അറ്റ് സമ്മർ. അപ്പോൾ ഇതൊരു നല്ലൊരു കീവേഡ് അല്ലേ, കൂൾ ഡൗൺ അറ്റ് സമ്മർ. ഇനി നമുക്ക് മിനിമം 3 ഹെഡ്ലൈൻസ് കൊടുക്കണം. നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് കൂൾ ഡൗൺ അറ്റ് സമ്മർ കൊടുത്തു. പിന്നെ എന്താ പറയുക, ഹൈ സ്പീഡ് ഒരു ഫീച്ചർ കൊടുക്കുകയാണ് അല്ലേ, ഹൈ സ്പീഡ് സീലിംഗ് ഫാൻ ഒരു ഫീച്ചറാണ് കേട്ടോ, ഹൈ സ്പീഡ് സീലിംഗ് ഫാൻ. പിന്നെ നെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് കൊടുത്തിരിക്കുന്നത് ബെസ്റ്റ് സീലിംഗ് ഫാൻസ് ഫോർ ബെഡ്റൂം അല്ലേ. നമുക്ക് ഫീച്ചേഴ്സ് കൊടുത്തു, ബെസ്റ്റ് സീലിംഗ് ഫാൻസ് ഫോർ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമിന് വേണ്ടിയുള്ള സീലിംഗ് ഫാൻ ഉണ്ട്, ലിവിംഗ് റൂമിന് വേണ്ടിയുള്ള സീലിംഗ് ഫാൻ ഉണ്ട് അല്ലേ. ബെസ്റ്റ് സീലിംഗ് ഫാൻ ഫോർ ബെഡ്റൂം. അപ്പോൾ നമ്മൾ കീവേഡ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീവേഡ് ബേസ്ഡ് വേണം നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ബെസ്റ്റ് സീലിംഗ് ഫാൻ ഫോർ ലിവിംഗ് റൂം നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ, അപ്പോൾ സീലിംഗ് ഫാൻ ഫോർ ലിവിംഗ് റൂം, അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൊടുക്കേണ്ടതാണ് ഗ്രാബ് ദ ഡീൽ അല്ലേ, ബുക്ക് ഓർഡർ നൗ, ഒരു CTA നമ്മൾ കൊടുക്കണം അല്ലേ. ഓർഡർ നൗ എന്നുള്ള CTA കൊടുത്തു. ലാസ്റ്റ് എന്താണ്, ലിമിറ്റഡ് പീരീഡ് ഓഫർ, അപ് ടു 10% ഓഫ്. അപ്പോൾ അപ് ടു 10% ഓഫ് എന്ന് കൊടുത്തു. നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയാസ് യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും പറഞ്ഞു. ഇതിൽ നമ്മൾ ഡിസ്പ്ലേ പാത്ത് കാണിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബെഡ്റൂം എന്നാണ് കൊടുത്തത് അല്ലേ. ബെഡ്റൂം എന്നതിന് പകരം നമുക്ക് എന്താ പറയുക, നമ്മൾ ഡിസ്പ്ലേ പാത്തിൽ നമ്മളൊരു കാര്യം, നമ്മൾ കീവേഡ്സ് ആഡ് ചെയ്തപ്പോൾ നമ്മൾ കുറേ സെറ്റ്സ് ഓഫ് കീവേഡ്സ് ഉണ്ടായിരുന്നു അല്ലേ. കിച്ചൺ വാൻസ് ഉണ്ട്, ബെഡ്റൂംസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കിച്ചൺ എന്നുള്ള പറയുന്ന കീവേഡ് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. കാര്യം കുറച്ചും കൂടി റൂം ബേസ്ഡ് ഉള്ള കീവേഡ്സ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ കിച്ചൺ എന്ന് വേണമെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് തീമിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിവിംഗ് റൂമാണ് നമുക്ക് കൂടുതലും നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലിവിംഗ് റൂം ഉണ്ട്, ബെഡ്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ പാത്ത് കാണിക്കുമ്പോൾ ഒരിക്കലും ബെഡ്റൂം എന്ന് പറഞ്ഞ് മാത്രം സ്പെസിഫൈ ചെയ്യരുത്. കാര്യം ഓൾറെഡി ലിവിംഗ് റൂമും ഉണ്ട്. അപ്പോൾ സീലിംഗ് ഫാന് പകരം നമുക്ക് ഇൻഡോർ എന്ന് കൊടുക്കുക അല്ലേ, ഇൻഡോർ സീലിംഗ് ഫാൻ. അപ്പോൾ ഇൻഡോർ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇൻഡോറിൽ യൂസ് ചെയ്യുന്ന സീലിംഗ് ഫാൻ എന്നാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ കിച്ചൺ അല്ലെങ്കിൽ ലിവിംഗ് റൂം അല്ലെങ്കിൽ ബെഡ്റൂം ഇതെല്ലാം കവേർഡ് ആണ്. സോ നമുക്ക് ഇതേപോലെ കുറച്ച് സെറ്റ് ഓഫ് നമുക്ക് ഹെഡ്ലൈൻസ് കൊടുക്കാം. അതിനുശേഷം കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആഡ്സിൽ വിസിബിൾ ആണെന്ന് നോക്കിയേ. ഇപ്പോൾ ഹെഡ്ലൈൻസ് വിസിബിളായി നമ്മൾ കൊടുത്തിരിക്കുന്നത് അനുസരിച്ച് നോക്കി, ബെസ്റ്റ് സീലിംഗ് ഫാൻസ് ഫോർ ബെഡ്റൂം, സീലിംഗ് ഫാൻ ഫോർ ലിവിംഗ് റൂം അല്ലേ. അങ്ങനെ കുറച്ച് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഹെഡ്ലൈൻസ് പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. പിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ഇതിങ്ങനെ ആയിരിക്കും സെർച്ച് ആഡ് പോകുന്നത്. ഡിസ്ക്രിപ്ഷനും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സെർച്ച് ആഡ് വിസിബിൾ ആകുന്നതെന്ന്. സോ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കാം. കുറച്ച് ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വൺസ് നമ്മൾ ഐഡിയ ആഡ് ചെയ്താൽ, കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് ഐഡിയാസ് വരുള്ളൂ. സോ നമുക്ക് ഒരു സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ, ഇംപ്രൂവ് ദി ഇൻറ്റീരിയർ വിത്ത് ബെസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി സീലിംഗ് ഫാൻസ്. ഓക്കെ, അതൊരു ഡിസ്ക്രിപ്ഷനാണ്.
നമുക്ക് ഇംപ്രൂവ് ദ ഇന്റീരിയർ വിത്ത് ബെസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി സീലിംഗ് ഫാൻസ്. പിന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ലൈൻസ് നിങ്ങൾ ഏതൊരു തീമാണോ ഉപയോഗിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ തീം ബേസ്ഡ് ഡിസ്ക്രിപ്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ഓൾമോസ്റ്റ് 4 ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ 2 കൊടുക്കുവാണ്. ഹൈ സ്പീഡ് സീലിംഗ് ഫാൻ വിത്ത് റിമോട്ട് ബെഡ്റൂംസ് ആൻഡ് ലിവിംഗ് റൂംസ്. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു റാൻഡം ആയിട്ട് ഇട്ടതാണ്. നമ്മൾ ശരിക്കും കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് വേണം ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. കുറച്ചും കൂടി ആളുകൾക്ക് എന്താ പറയുക ക്യാച്ചി ആയിട്ടുള്ളത്, അതായത് എന്താണോ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ആ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റിയും അതിൻ്റെ എന്താണോ ആളുകൾക്ക് ബെനിഫിറ്റ്സ് ആകുന്നത്, ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ ഫീച്ചർ ചെയ്യുന്ന ടൈപ്പ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ഫോർ ടൈം ബീങ് ഞാനൊരു കുറച്ച് സാമ്പിൾ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തു. സോ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് വീണ്ടും 2 more ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പിന്നെ സൈറ്റ് ലിങ്ക്സ്, കോൾ ഔട്ട്സ്, പിന്നെ എക്സ്റ്റൻഷൻസും URL ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. സോ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. നമുക്ക് ഈ ഒരു കോൾ ഔട്ടും സൈറ്റ് ലിങ്ക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡിൽ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ്, അതായത് നമ്മുടെ പെർഫോമൻസ് ഒക്കെ കൂടാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇത് വൺസ് നമ്മൾ ആഡ് ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്ക്രിപ്ഷനും ഹെഡ്ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് വിസിബിൾ ആവും. നോക്കിയേ, ഹൈ സ്പീഡ് സീലിംഗ് ഫാൻ ഫോർ ലിവിംഗ് റൂം. അപ്പോൾ ഇതിൽ സീലിംഗ് ഫാൻ, ഈ ഒരു ബെസ്റ്റ് സീലിംഗ് ഫാൻ ഫോർ ബെഡ്റൂം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ കീവേഡ് കുറച്ച് റിപ്പീറ്റ് ആവുന്നുണ്ട്. മാക്സിമം അങ്ങനെ റെപ്പിറ്റേഷനൊക്കെ നമ്മൾ ഒഴിവാക്കുക. കുറച്ചുകൂടി ക്രിസ്പ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി വ്യൂ ഐഡിയാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് വൺസ് ആഡ് റൺ ചെയ്താൽ എന്തായാലും നമുക്ക് കാണാം ഇവിടെ ആഡ് സ്ട്രെങ്ത് പുവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ആഡിൽ നമ്മൾ എന്താണോ കീവേഡ്സ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ കീവേഡ്സിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഈ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ലോഗോ ആഡ് ചെയ്യണം, സൈഡ് ലിങ്ക്സും കോൾ ഔട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഡ് സ്ട്രെങ്ത് ഇവിടെ നമുക്ക് ഇൻക്രീസ് ആവുന്നതാണ്. കണ്ടോ, നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള, ഈ റെസ്പോൺസീവ് സെർച്ച് ആഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഡൺ കൊടുക്കുക, വെരിഫൈ ചെയ്യാം. ഓക്കെ, ഡൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആഡ് ഇരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സാമ്പിൾ നമുക്ക് കാണാം. കണ്ട, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആഡ്സ് ഉള്ളത്. സോ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് കസ്റ്റം ബഡ്ജറ്റ് കൊടുക്കുന്നു. ആവറേജ് ഡെയിലി ബഡ്ജറ്റ് ഫോർ ദിസ് ക്യാമ്പയിൻ ആണ്. ഞാൻ ഇതൊരു 100 rupees കൊടുക്കുന്നുള്ളൂ ആവറേജ് ഡെയിലി ബഡ്ജറ്റ്. ഇനി നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂ പ്രോസസ്സിലോട്ട് പോകും ക്യാമ്പയിൻ. സോ ദിസ് ഈസ് ഹൗ ദ ക്യാമ്പയിൻ ലുക്സ് ലൈക്ക്. ആദ്യം എറേഴ്സിന് വേണ്ടി ചെക്ക് ചെയ്യും. ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ സ്കോർ നമുക്ക് റൈറ്റ് സൈഡിൽ വിസിബിൾ ആണ്. ക്യാമ്പയിൻ നെയിം നമുക്ക് ഇവിടെ ഉണ്ട്. ബിഡിംഗ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര കീവേഡ്സ് ആഡ് ചെയ്തു, ബഡ്ജറ്റ് എല്ലാം ആണ്. ഇനി പബ്ലിഷ് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പയിൻ റിവ്യൂയിങ് പ്രോസസ്സിൽ പോയതിനു ശേഷം പുതിയൊരു ആഡ് അക്കൗണ്ട് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ബട്ട് വൺസ് വി സ്റ്റാർട്ട് റണ്ണിങ് ആഡ്സ് ഫ്രീക്വൻറ്റ്ലി നമ്മുടെ ആഡ് റിവ്യൂയിങ് പ്രോസസ്സിൽ നിന്ന് വളരെ കുറവായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് ദി ആഡ് അക്കൗണ്ട് ആസ് വെൽ. അപ്പോൾ ദിസ് ഈസ് ഹൗ ദ റിവ്യൂയിങ് പ്രോസസ് ലുക്സ് ലൈക്ക്. സോ ക്രിയേറ്റ് ക്യാമ്പയിൻ, നമുക്ക് പോളിസി റിവ്യൂ ഉണ്ട്, ഇംപ്രഷൻസ് ഉണ്ട്, കൺവേർഷൻസ്, നമുക്കൊരു ഫീഡ്ബാക്ക് മൊത്തത്തിൽ കിട്ടും. സോ ഇത് വൺസ് നമ്മൾ ക്യാമ്പയിൻ ആഡ് റൺ ചെയ്തതിനു ശേഷം ക്യാമ്പയിൻസ് എടുത്ത് ക്യാമ്പയിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, സീലിംഗ് ഫാൻ ഹാവൽസ്. അപ്പോൾ ഇറ്റ് ഈസ് ഇനേബിൾഡ് ആണ്. ഇതിൽ ബിഡ് സ്ട്രാറ്റജി സ്റ്റാറ്റസ് നോക്കിയാൽ ബിഡ് സ്ട്രാറ്റജി ഓട്ടോമേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്, ലേണിംഗിലാണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കണ്ട മാക്സിമൈസ് കൺവേർഷൻ ആണ് ബിഡ് സ്ട്രാറ്റജി കൊടുത്തിരിക്കുന്നത്. ഇതിൽ കോസ്റ്റ് എത്രയാണ്, എന്തോരം ക്ലിക്സ് വന്നു, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇത് ക്യാമ്പയിൻ റണ്ണ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ കൺവേർഷൻസ് ഇങ്ങനെയുള്ള ഫുൾ ഡേറ്റ കിട്ടുന്നത് വൺസ് ക്യാമ്പയിൻ റൺ ചെയ്താലാണ്. അപ്പോൾ ഈ റണ്ണ് ചെയ്ത ക്യാമ്പയിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനാണ്. ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ ഇതിൽ പോസിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. പോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പയിൻ നമുക്ക് പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോസ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ്, ഓൾറെഡി റണ്ണായ ക്യാമ്പയിൻ ആണെങ്കിൽ ഇവിടെ കുറച്ച് ഡേറ്റ ഉണ്ടാവും. ഈ ഡേറ്റ കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ റിപ്പോർട്ട്സും നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഹെഡിങ്സ്, മോഡിഫൈ കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളംസ് നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും. പിന്നെ സെഗ്മെന്റ്സ്, ഏത് സെഗ്മെന്റ്സ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുള്ളത്, ഇപ്പോൾ ക്വാളിറ്റി സ്കോർ അല്ലെങ്കിൽ കൺവേർഷൻസ് അല്ലെങ്കിൽ ഡിവൈസ്, അങ്ങനെയുള്ള ഏതെങ്കിലും സെഗ്മെന്റ്സും കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാനും പറ്റും. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആഡിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ ലെവലിലാണ് നമ്മളിപ്പോൾ വിസിബിൾ ആയിരിക്കുന്നത്. നമുക്ക് ആഡ് ലെവലിൽ
എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സീലിംഗ് ഫാൻ ഹാവൽസ് അതായിരുന്നല്ലേ നമ്മുടെ ക്യാമ്പയിൻ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആകെ ക്രിയേറ്റ് ചെയ്ത ഒരു ആഡ് ഗ്രൂപ്പാണുള്ളത്. ഇപ്പോൾ നോട്ട് എലിജിബിൾ ആൻഡ് പോസ്ഡ് എന്ന് പറഞ്ഞ് കിടക്കുവാണ്. ആഡ് സ്റ്റാറ്റസ് റിവ്യൂവിലാണ്. സോ നോട്ട് എലിജിബിൾ വന്നിരിക്കുന്നത് നോക്കിയേ. സോ ഇതാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കീവേഡ്സ്. അപ്പോൾ ഈ റിവ്യൂയിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ കണ്ടോ നോട്ട് എലിജിബിൾ എന്ന് വന്നു. കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ കീവേഡ്സ് എല്ലാം എലിജിബിൾ ആണോ, എലിജിബിൾ ആണെങ്കിൽ ഈ ക്യാമ്പയിൻ ആക്ടിവേറ്റ് ആവും. അങ്ങനെ ഓരോ കീവേഡിനും നമുക്ക് നോക്കിയേ എത്ര ക്ലിക്സ് വന്നു, ഇംപ്രഷൻ എന്താണ്, CTR എന്താണ്, ആവറേജ് CPC എന്താണ്, കോസ്റ്റ് എന്താണ്, കൺവേർഷൻ റേറ്റ് എന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇത് കീവേഡ് ലെവലാണ്. ഇനി ആഡ് ആണ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ കീവേഡ്സിന്റെ തൊട്ടടിയിലുള്ള ആഡ്സ് എന്ന് ഓഡിയൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ആഡ് ഗ്രൂപ്പ്സിന്റെ അണ്ടറിലുള്ള ആഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ആഡ് ഗ്രൂപ്പ്സിന്റെ അണ്ടറിൽ ആഡ്സ് ക്ലിക്ക് ചെയ്താൽ ആഡ്സ് കാണാം. ഇതാണ് ആഡ്സ് കേട്ടോ. അപ്പോൾ അണ്ടർ റിവ്യൂ ക്യാമ്പയിൻ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് നോട്ട് എലിജിബിൾ എന്ന് വന്നത്. നമ്മൾ റിവ്യൂ ടൈമിൽ തന്നെ ക്യാമ്പയിൻ പോസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഇത് റൺ ആണ്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ റെസ്പോൺസീവ് സെർച്ച് ആഡ് ആണ്. നമുക്കിവിടെ ഈ ഒരു പർട്ടിക്കുലർ ആഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം. ഈ ഡീറ്റെയിൽസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ എന്താ ചെയ്യുക, നമുക്ക് കോളംസിൽ എക്സ്ട്രാ കോളംസ് ആഡ് ചെയ്യാം, കസ്റ്റം കോളം ക്രിയേറ്റ് ചെയ്യാം. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇൻ കേസ് അതിന് പകരം നമുക്ക് സെഗ്മെന്റ്സിലാണ് നമുക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാം, കൺവേർഷൻ ആക്ഷൻസ് ആഡ് ചെയ്യാം. കണ്ടോ ഒരു പുതിയൊരു സെഗ്മെന്റ് ആഡ് ആയി, കൺവേർഷൻ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ റേറ്റ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. സോ എവറിത്തിങ് ക്യാൻ ബി ആഡഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നീഡ്. നമ്മുടെ നീഡിനനുസരിച്ച് ക്ലിക്ക് ടൈപ്പ് വേണോ, ടൈം വേണോ, ഡേ എപ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ we create a campaign, and in next session we are going to learn about different bidding strategies. നമ്മൾ ഇതുവരെയും എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു ആഡ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ആഡ് ലെവലിൽ, ക്യാമ്പയിൻ ലെവലിൽ, ആഡ് ഗ്രൂപ്പ് ലെവലിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷനിലും നമ്മൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റാണ് ചെയ്യുന്നത്, ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കാനുണ്ട്, ആഡിൽ എന്തൊക്കെ നമ്മൾ ചെയ്യരുതെന്ന്, ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ. നമുക്ക് പ്രസൻറ്റേഷനിലോട്ട് പോവാം. ഒന്നുകൂടി എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് നമുക്ക് പഠിക്കാം. സോ ഗൂഗിൾ ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേർഡ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു വേർഡ് യൂസ് ചെയ്യരുത്. അടുപ്പിച്ച് നമ്മൾ സെയിം സിമ്പിൾസ് കോൺസിക്യൂട്ടീവ് സിമ്പിൾസ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫോൾസ് ക്ലെയിം പ്രൊവൈഡ് ചെയ്യരുത്. എന്താണ് ഫോൾസ്? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, നമ്മൾ ക്ലെയിംസ് ഫോൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ ആളുകളെ ക്ലിക്ക് ബെയ്റ്റ് ആഡ് ചെയ്യുന്ന പോലെ അല്ലേ, ഇവരെ ക്ലിക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ പേജിലോട്ട് കൊണ്ടുവന്നു. ഇവർ ക്ലിക്ക് ചെയ്തപ്പോൾ ഉള്ള ക്ലെയിമുകളല്ല ഇവർ വെബ്സൈറ്റിൽ കയറുമ്പോൾ വരുന്നത്. അതേപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ക്യാരക്ടർ വേസ്റ്റേജ്, കീവേഡ്സ് സ്റ്റഫ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ ആഡ്സിൽ അല്ലെങ്കിൽ ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യരുത്. കാര്യം കീവേഡ് സ്റ്റഫ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞു കീവേഡ് ബേസ്ഡ് ഹെഡ്ലൈൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കീവേഡ്സിനെ സ്റ്റഫ് ചെയ്യരുത്. സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടീനെ ബാധിക്കും, നമുക്ക് ക്വാളിറ്റി സ്കോർ കുറയും, നമുക്ക് ആളുകൾക്ക് ക്ലിക്ക് ബെയ്റ്റ് ആയിട്ട് ചിലത് മാറും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും ഡൂസ് ആൻഡ് ഡോൺസ് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കണം കേട്ടോ. So in the next session, let's learn about bidding strategies. Thank you.